Dear students, welcome back. Gooseberries lesson ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കുറച്ചു പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഗൂസ്ബെറിയുമായി ബന്ധപ്പെട്ട് വീണ്ടും അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് തുടങ്ങാം. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ ചോദ്യം, വാട്ട് ആർ ദ സാക്രിഫൈസസ് നിക്കോളായി മെയ്ഡ് ടു അച്ചീവ് ദിസ് ഗോൾ? സാക്രിഫൈസസ് എന്തായിരുന്നു? അതായത് നിക്കോളായിയുടെ ലക്ഷ്യത്തിൽ എത്തുന്നതിന് വേണ്ടി എന്തെല്ലാമാണ് അദ്ദേഹം ത്യജിക്കേണ്ടി വന്നത്? ടു അച്ചീവ് ഹിസ് ഗോൾ നിക്കോളായി ലീവ്ഡ് മിയേഗർലി തുച്ഛമായ വരുമാനത്തിൽ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ചു. പൈസ കിട്ടിയാൽ സേവ് ചെയ്ത്, മറിച്ചൊന്നും വാങ്ങിച്ച് കഴിക്കില്ല, നല്ല ഭക്ഷണം കഴിക്കില്ല, നല്ല വസ്ത്രം ധരിക്കില്ല. ഈ നെവർ ഹാഡ് ഇനഫ് ടു ഈറ്റ് ഓർ ഡ്രിങ്ക്, വേണ്ടത്ര രീതിയിൽ കഴിക്കാനോ കുടിക്കാനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. He dressed almost like a beggar. He always saved the money and put it into the bank. He was terribly stingy. Ivan used to feel hurt seeing his brother like this, and he used to give him money to go away for a holiday. But he would put that money also in the bank. Okay. തുടങ്ങാം അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ്. Nikolai had to buy an estate quite different from what he had dreamt of, but he did not grieve much. How would you behave in such a situation? അതായത് നിക്കോളായി സ്വപ്നത്തിൽ കണ്ടതുപോലെ അല്ലെ വിചാരിച്ച പോലെയുള്ള ഒരു ലക്ഷ്യത്തിൽ എസ്റ്റേറ്റ് ആയിരുന്നില്ല തനിക്ക് വാങ്ങാൻ സാധിച്ചത്. പക്ഷെ എന്നാലും അതിൽ പരാതിയൊന്നുമില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ പെരുമാറും? ഐ വുഡ് ഫീൽ വെരി സാഡ്. തീർച്ചയായിട്ടും ഭയങ്കര വിഷമം തോന്നും. ആഫ്റ്റർ മേക്കിംഗ് സോ മച്ച് ഓഫ് സാക്രിഫൈസ് ഫോർ സോ ലോങ്, വർഷങ്ങളോളം നാളുകളോളം ഒരുപാട് കഠിനാധ്വാനം ചെയ്യുകയും ഒരുപാട് ത്യജിക്കുകയും വേണ്ടതൊക്കെ ഉപേക്ഷിച്ചു, പൈസ കയ്യിൽ മിച്ചം പിടിച്ചു. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇഫ് ഐ കുഡ് നോട്ട് ഗെറ്റ് ദ കൈൻഡ് ഓഫ് തിങ് ഐ ഹാഡ് ഹോപ്ഡ് ഫോർ ഐ വുഡ് ബി ഗ്രീവ്ഡ്. തീർച്ചയായിട്ടും എനിക്ക് വിഷമം തോന്നും. ഞാൻ ആഗ്രഹിച്ച തരത്തിലുള്ള ആ ഒരു തരത്തിലുള്ള ഒന്നല്ല എനിക്ക് നേടാൻ സാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കരമായ വിഷമം തോന്നും. അടുത്ത ചോദ്യം, വാട്ട് വെയർ ദ ഗുഡ് വർക്ക്സ് ഓഫ് നിക്കോളായി? ഹൗ ഡിഡ് ഹി കെയർ ഫോർ ഹിസ് പെസൻസ്? നിക്കോളായി ചെയ്യുന്ന നല്ല നല്ല വർക്കുകൾ എന്തൊക്കെയായിരുന്നു? എങ്ങനെയായിരുന്നു താൻ തൻ്റെ പെസൻസിനെ, അതായത് കർഷകരെ എങ്ങനെയായിരുന്നു താൻ നോക്കി കെയർ ചെയ്തു പോന്നിരുന്നത്? Nikolai looked after his soul and did good works pompously. The good works included curing the peasants all kind of diseases with soda and castor oil. On his birthday, he would have a Thanksgiving service held in the middle of the village. He would treat the peasants to have a bucket of vodka. He thought it was the right thing to do. അതായത് ഇതിൻ്റെ ആൻസർ എന്താ പറയുന്നത്? എന്തെല്ലാം ഗുഡ് വർക്കാണ് നിക്കോളായി ആ വില്ലേജിൽ നടത്തി പോന്നിരുന്നത് എന്നുള്ളതാണ്. അതായത് തൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സായിട്ടാണ് കൂട്ടത്തിൽ അവിടെ ജോലി ചെയ്ത് പോന്നിരുന്ന പെസൻസിനെ, കർഷകരെ അദ്ദേഹം വാച്ച് ചെയ്ത് പോന്നിരുന്നത്. അദ്ദേഹം ചെയ്തു പോന്നിരുന്ന ഗുഡ് വർക്ക് എന്ന് പറയുമ്പോഴേക്കും പെസൻസിനെ ട്രീറ്റ് ചെയ്ത്, അതായത് ഈ സാധുജന പരിപാലനം എന്ന് പറയുന്ന പോലെ വൃദ്ധജനങ്ങളെയൊക്കെ പരിപാലിക്കുകയും അസുഖങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് വേണ്ട തരത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നൽകും. അത്തരത്തിൽ സോഡ വാങ്ങിച്ചു കൊടുക്കും, കാസ്റ്റർ ഓയിൽ വാങ്ങിക്കൊടുക്കും, ഇതെല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ ബർത്ത്ഡേ വന്നപ്പോൾ അതായത് നിക്കോളായുടെ ബർത്ത്ഡേ വന്നപ്പോഴേക്കും അദ്ദേഹം കരുതി ഇവരെല്ലാവരോടും നന്ദി സൂചകമായിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ വില്ലേജിൻ്റെ മധ്യഭാഗത്തായിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട്, പെസൻസിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ബക്കറ്റ് വോഡ്ക എന്ന് പറയുന്ന ആ കാലയളവിലെ മദ്യമാണ്. അപ്പോൾ ഹാഫ് ബക്കറ്റ് വോഡ്ക എല്ലാവർക്കും വേണ്ടി വിതരണം ചെയ്തു. അദ്ദേഹം കരുതിയത് അത് തീർച്ചയായിട്ടും താൻ ചെയ്യേണ്ട ഒരു കടമയായിട്ടാണ് കരുതിയത്. അതങ്ങനെ ചെയ്യുകയും ചെയ്തു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. ഗൂസ്ബെറീസ് വെയർ അൺറൈപ്പ് ആൻഡ് സോർ ബട്ട് നിക്കോളായി ഫൗണ്ട് ദം ഡെലീഷ്യസ്. ഈ ഗൂസ്ബെറീസ് എന്ന് പറയുന്നത് പഴുക്കാത്തതാണ്, ചവർപ്പാണ്, അല്ലെ പുളിയാണ്. പക്ഷെ നിക്കോളായി അത് ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ട് അങ്ങനെ കാണുന്നു? ദ ഗൂസ്ബെറീസ് വെയർ അൺറൈപ്പ് ആൻഡ് സോർ ബട്ട് നിക്കോളായി ഫൗണ്ട് ദം ഡെലീഷ്യസ് because they were his own gooseberries.
ഈവൻ ദ അഗ്ലിയസ്റ്റ് ചൈൽഡ് വുഡ് ലുക്ക് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടു ഇറ്റ്സ് മദർ. അതേപോലെ അതായത് തൻ്റെ കുട്ടിയെ ഒരമ്മയ്ക്ക് എത്ര വൈരൂപ്യമുള്ളതാണേലും സൗന്ദര്യമുള്ളതായിട്ടേ അമ്മയുടെ മനസ്സിൽ തോന്നുള്ളൂ. അതുപോലെയാണ് ഗൂസ്ബെറിയെ സംബന്ധിച്ച്. അത് പഴുത്തിട്ടില്ല, ചവർപ്പാണ്, എന്നാൽ പോലും അതിൻ്റെ ഓണർ ആരാ? നിക്കോളയെ സംബന്ധിച്ച് നോക്കിയാൽ അതെങ്ങനെ തോന്നുകയുള്ളൂ? അത് എത്രയും കൂടുതൽ ഡെലീഷ്യസ്, മധുരതരമായിട്ട് മാത്രമേ നിക്കോളായ്ക്ക് തോന്നുകയുള്ളൂ. ഓക്കെ, ദെൻ വാസ് നിക്കോളായ് ഹാപ്പി വിത്ത് ഹിസ് ലൈഫ്? ഹൗ ഡു യു നോ? നിക്കോളായ് തൻ്റെ ലൈഫിൽ സന്തോഷവാനായിരുന്നോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? നിക്കോളായ് വാസ് ഹാപ്പി വിത്ത് ഹിസ് ലൈഫ്, തികച്ചും സന്തോഷവാനായിരുന്നു. ഹിസ് ഡിയറസ്റ്റ് ഡ്രീം ഹാഡ് കം ട്രൂ, തൻ്റെ ഏറ്റവും അടുത്ത കൂടെ കൊണ്ടുവരുന്ന സ്വപ്നം സത്യമായിരിക്കുന്നു. ഹി ഹാഡ് അറ്റൈൻഡ് ഹിസ് ഗോൾ ഇൻ ലൈഫ്, തൻ്റെ ജീവിതത്തിലെ തൻ്റെ ലക്ഷ്യപ്രാപ്തി, ഒരു ഗൂസ്ബെറീസിൻ്റെതായ എസ്റ്റേറ്റ് നേടുക എന്നുള്ള ലക്ഷ്യപ്രാപ്തി അത് നേടിയിരിക്കുന്നു. ഹി ഹാഡ് ഗോട്ട് വാട്ട് ഹി വാണ്ടഡ്, താൻ എന്താണോ ആഗ്രഹിച്ചത് നേടി. ഹി വാസ് പ്ലീസ്ഡ് വിത്ത് ഹിസ് ഡെസ്റ്റിനി ആൻഡ് വിത്ത് ഹിംസെൽഫ്, തനിക്ക് വന്നു ചേർന്ന വിധി എന്താണോ ആ വിധി താൻ സ്വീകരിക്കുന്നു, അതിനോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്തായാലും വി സീ ഹിം ലോഫിംഗ് വിത്ത് ജോയ് ലുക്കിംഗ് അറ്റ് ഹിസ് ഫസ്റ്റ് ഗൂസ്ബെറീസ്. അദ്ദേഹത്തെ നാം കാണുന്നത് ആദ്യമായി ഒരു ഗൂസ്ബെറീസ് തനിക്ക് കിട്ടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അത് കയ്യിൽ കിട്ടിയതോർത്ത് ഒരുപാട് സന്തോഷിക്കുന്ന ആ ഒരു സീൻ ഇതിനകത്തുണ്ട്. വെൻ ഹി ലുക്ക്ഡ് അറ്റ് ദം ദെയർ വേർ ടീയേഴ്സ് ഓഫ് ജോയ് ഇൻ ഹിസ് ഐസ്. അപ്പോൾ നാം അദ്ദേഹത്തെ ആ സമയം നോക്കുകയാണെങ്കിൽ സന്തോഷത്താലുള്ള കണ്ണുനീർ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും വരുന്നത് നമുക്ക് എല്ലാവർക്കും വീക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ വാട്ട് ഡിസ്റ്റിങ്ഷൻ ഡിഡ് ഇവാൻ മേക്ക് ബിറ്റ്വീൻ ദ ഹാപ്പി ആൻഡ് ദി അൺഹാപ്പി? അതായത് സന്തോഷവും സന്താപവും അല്ലെ സങ്കടവും അൺഹാപ്പി എന്നുള്ളത് തമ്മിൽ ഇവാൻ എങ്ങനെയാണ് ഒരു വ്യത്യാസം ഇവിടെ ഉണ്ടാക്കുന്നത്? ദെൻ കണ്ടൻമെൻറ്റ് ഈസ് ആൻ ഓവർവെൽമിങ് പവർ, അതായത് ഓവർവെൽമിങ് എന്ന് പറയുന്നത് അമിതമായി സന്തോഷിക്കുക. അപ്പോൾ അമിതമായി നാം സന്തോഷിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാകുന്നത് അത് തൃപ്തികരമായ രീതിയിലേക്ക് വരുമ്പോഴാണ്. ദ ഹാപ്പി മാൻ ഫീൽ ഹീ ഈസ് ഹാപ്പി ആൻഡ് ഹീ ഈസ് ഹാപ്പി, അതായത് ഒരു കണ്ടൻമെൻറ്റിൽ നിൽക്കുന്ന, സംതൃപ്തമായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുന്ന, താനത് വേണ്ടത് നന്നായി ചെയ്തു എന്നൊരു ഫീലിംഗ് ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ അയാൾ സന്തോഷവാനായിരിക്കും. അയാൾക്ക് ആ സന്തോഷം എപ്പോഴും തന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ദി അൺഹാപ്പി മാൻ ബിയേഴ്സ് ഹിസ് ബർഡൻ ഇൻ സൈലൻസ്. അൺഹാപ്പി മാൻ ആണെങ്കിലോ അയാൾ തൻ്റെ അൺഹാപ്പിനെസ് നിശബ്ദമായ അന്തരീക്ഷത്തിലെ മൂകമായിട്ട് മറ്റാരോടും ഷെയർ ചെയ്യാതെ ഒറ്റപ്പെട്ട് മാറിയിരുന്നു കൊണ്ട് ആ സൈലൻസിലെ കഴിഞ്ഞുകൂടും. അതാണ് അൺഹാപ്പി മാൻ. ഓക്കെ, ദെൻ വൈ ഡിഡ് ഇവാൻ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ലീവ് ഇൻ ടൗൺ ആഫ്റ്റർ വിസിറ്റിംഗ് ഹിസ് ബ്രദർ? തൻ്റെ ബ്രദറിനെ സന്ദർശിച്ചതിന് ശേഷം ടൗണിൽ തനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് എന്തുകൊണ്ടാണ് ഇവാൻ ഇവിടെ അത്തരത്തിൽ പറയുന്നത്? ഓക്കെ, ഇവാൻ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ലീവ് ഇൻ ടൗൺ ആഫ്റ്റർ വിസിറ്റിംഗ് ഹിസ് ബ്രദർ ബിക്കോസ് ദ പീസ് ആൻഡ് ക്വയറ്റ് ഓഫ് ദ ടൗൺ ഒപ്രസ്ഡ് ഹിം. അതായത് ഒരു ടൗൺ ആവുമ്പോൾ ഒരു വില്ലേജിൻ്റെ സമാധാനവും സന്തോഷവും അതിനെയൊക്കെ ഇല്ലാതാക്കും. ഹി ഡിഡ് നോട്ട് ഡയർ ടു ലുക്ക് ഇൻ അറ്റ് ദി വിൻഡോസ് ബിക്കോസ് ടു ഹിം നത്തിങ് വാസ് മോർ ഡ്രെഡ്ഫുൾ ടു സീ ദാൻ ദ സൈറ്റ് ഓഫ് എ ഹാപ്പി ഫാമിലി. അദ്ദേഹത്തിന് തൻ്റെ വീടിൻ്റെ ഉമ്മറത്തിരിക്കുമ്പോഴേക്കും വാതായനങ്ങൾ അല്ലെ ജനലിലേക്കൊക്കെ നോക്കുമ്പോഴേക്കും അവിടെ എന്താ പറയുക, ഒരു ഹാപ്പി ഫാമിലിയെ കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം അതൊന്നും തന്നെ ഈ ടൗൺ ഏരിയയിൽ കഴിയുന്ന ആൾക്കാർക്ക് അത് കണ്ടെത്താനാവില്ല. ആകെ ഒച്ചയും ബഹളവും, ആകെ ഇങ്ങനെ ഒരു പ്രൈവസി ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കും ടൗൺ ഏരിയ എന്ന് പറയുമ്പോഴേക്കും. അത് വില്ലേജിൽ അവരവരാഗ്രഹിക്കുന്ന തരത്തിൽ തൻ്റെ വീടിൻ്റെ വരാന്തയിൽ വളരെ സന്തോഷപൂർവ്വം താൻ ആഗ്രഹിക്കുന്ന കാഴ്ചയും കണ്ടിരിക്കുവാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാകും. അപ്പോൾ ഹാപ്പി ഫാമിലി സിറ്റിംഗ് റൗണ്ട് അറ്റ് എ ടേബിൾ ഹാവിങ് ടീ, അതായത് ഒരു ടേബിളിന് ചുറ്റും എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുക, എല്ലാവരും കൂടി ഒരുമിച്ച് ചായ കുടിക്കുക. അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ്. ഇതൊന്നും തന്നെ ഒരു ടൗൺ ലൈഫിൽ കിട്ടണമെന്നില്ല. ഹി വാസ് ആൻ ഓൾഡ് മാൻ നൗ ആൻഡ് ഹി വാസ് നോ ഗുഡ് ഫോർ ദ സ്ട്രഗിൾ. അതുകൊണ്ട് തനിക്കിനി പോരാട്ടത്തിനോ പൊരുതാനോ ഒന്നുള്ള പ്രായമല്ല ഇപ്പോൾ, താൻ പ്രായമായി. അതുകൊണ്ട് തന്നെ ഒരു ഓൾഡ് മാൻ എന്ന രീതിയിൽ ഇനി സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുവാനായിട്ട് തനിക്കിനി ടൗണിലേക്ക് പോകുവാനായിട്ട് മനസ്സില്ല എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് കെയിം ഓവർ ഇവാൻ അറ്റ് ദി എൻഡ്? ഇവാൻ്റെ മനോഭാവത്തിൽ അവസാനം ഏത് തരത്തിലുള്ള ഒരു ചേഞ്ചാണ് ഉണ്ടാവുന്നത്? ഇവാൻ ആസ്ക്ഡ് ഫോർഗിവ്നെസ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നും മാപ്പ് ചോദിക്കുകയാണ്. ഹി റിയലൈസ്ഡ് ദാറ്റ് ഹിസ് പ്രീവിയസ് ആറ്റിറ്റ്യൂഡ് വാസ് റോങ്. അദ്ദേഹം മനസ്സിലാക്കുന്നു തൻ്റെ
പ്രീവിയസ് മുൻകാലങ്ങളിലുണ്ടായ തൻ്റെ മനോഭാവം ഒന്നും തന്നെ ശരിയായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചിന്ത. അതുകൊണ്ട് തന്നെ ദൈവത്തിനോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. ഓക്കെ, ദെൻ അഗെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 24. ഹൗ ക്യാൻ ഹാപ്പിനെസ് ബി അച്ചീവ്ഡ് ഇൻ ലൈഫ്? ജീവിതത്തിൽ എങ്ങനെയാണ് ഹാപ്പിനെസ് അച്ചീവ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ ജീവിതത്തിൽ ഹാപ്പിനെസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദ ഹാപ്പിനെസ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ലൈഫ് ബൈ ഗെറ്റിംഗ് യുവർ ഡ്രീംസ് റിയലൈസ്ഡ്. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് നിലനിർത്തുവാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഈ ഒരു ലെസൺ, ഗൂസ്ബെറീസ് മേ ബി ഹാർഡ് ആൻഡ് സോർ ഫോർ ഇവാൻ. അതായത് ഗൂസ്ബെറീസ് ഇവാനെ സംബന്ധിച്ച് എന്താണ്, അത് സോറാണ്, അല്ലെങ്കിൽ വളരെ കഠിനമായ ഒരു രീതിയിലാണ് അത് കൈവശം ആക്കിയത് തന്നെ. ബട്ട് ദേ വെയർ ഡെലീഷ്യസ് ഫോർ നിക്കോളായി. എന്നാൽ അത് ഡെലീഷ്യസ് ആയിട്ട് നിക്കോളായിക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ തികച്ചും എത്ര പ്രയാസകരമായ ഒന്നാണേലും അത് കൈവശം നാം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഭാഗത്തു നിന്ന് നടത്തേണ്ടി വരുന്ന കഠിനാധ്വാനം, അപ്പോൾ ആ കഠിനാധ്വാനത്തിൻ്റെ മാധുര്യം ഒന്ന് വലുത് തന്നെയായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഹാപ്പിനെസ് എന്ന് പറയുന്നത് വ്യത്യസ്തമാവാം. ഹാപ്പിനെസ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. വൺ മാൻസ് മീറ്റ് ഈസ് അനദർ മാൻസ് പോയിസൺ. അപ്പോൾ ഒരാളുടെ ഭക്ഷണമായി നാം എന്താണോ കൈവശം ആക്കുന്നത് അത് മറ്റൊരാൾക്കത് ഒരുപക്ഷെ വിഷമായി മാറാം. ഒരാളുടെ റിലീജിയൻ എന്നത് മറ്റൊരാളെ സംബന്ധിച്ച് മാഡ്നസ് ആവാം. അപ്പോൾ ദർ ആർ നോ കോമൺ ക്രൈറ്റീരിയ ഫോർ ഹാപ്പിനെസ്. അങ്ങനെ നോക്കിയാലേ ഹാപ്പിനെസ്സിന് മുന്നിൽ ഒരു ക്രൈറ്റീരിയ നമുക്ക് പറയാനില്ല. പ്രെയർ, സാക്രിഫൈസ്, ഫാസ്റ്റിംഗ് ആൻഡ് ആബ്സ്റ്റിനൻസ് ദാറ്റ് മേ മേക്ക് സം പീപ്പിൾ ഹാപ്പി. നമുക്ക് പൊതുവെ നോക്കിയാൽ നമ്മുടെ പൊതുസമൂഹത്തിൽ ആളുകളെ സംബന്ധിച്ച് സന്തോഷത്തിലേക്ക് എത്തിക്കുന്ന ചില ഘടകങ്ങൾ ഇതെല്ലാമാണ്. പ്രാർത്ഥന, ത്യാഗം, അതുപോലെ തന്നെ ഉപവാസം, അതുപോലെ വേണ്ടാത്ത ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അബ്സ്റ്റിനൻസ്, ഒഴിഞ്ഞു നിൽക്കുക. ഇതൊക്കെ മനുഷ്യർക്ക് പൊതുവെ എന്ത് നൽകാം? ഹാപ്പിനെസ് നൽകുവാനായിട്ട് സഹായിക്കും. ബട്ട് അതേഴ്സ് ഫീൽ ഹാപ്പി വെൻ ദേ ആർ റിച്ച് ആൻഡ് സക്സസ്ഫുൾ. എന്നാൽ മറ്റു ചിലർക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത് സന്തോഷം നൽകുന്ന എപ്പോൾ മാത്രമായിരിക്കും? അവർ ജീവിതത്തിൽ ഓരോന്നിലേക്ക് വിജയിക്കുമ്പോഴും അതുപോലെ സമ്പത്ത് നേടുമ്പോഴും മാത്രമായിരിക്കും മറ്റുള്ളവരെ സംബന്ധിച്ച് ഹാപ്പിനെസ് നിലനിർത്താൻ സാധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ ആൻസറുമായി ബന്ധപ്പെട്ട് 24 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണുള്ളത്. ഇനി ഇതിനോടനുബന്ധിച്ചുള്ള ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോ സെഷനിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഓരോരോ വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ഓരോ പാർട്ടും നന്നായിട്ട് അറ്റൻറ്റീവ് ആകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോക്കസ് ഏരിയ എന്നുള്ള ഒരു കേസ് നിങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് A+ വാങ്ങാൻ. എല്ലാ വിഷയത്തിനും എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് ഒരുങ്ങി പഠന വഴിയിൽ മുന്നേറാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.